അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എന്തായാലും അൻവർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു മൂഡിൽ തന്നെയാണ്. എത്ര ആളുകൾ കൂടെ നിൽക്കുന്നു അത്രയും നല്ലത്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ. ഞങ്ങളാരും കൂടെ കൂട്ടാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കെതിരെ ചില തെറ്റായ പരാമർശങ്ങൾ നടത്തി. അത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് അത് സ്വീകാര്യമല്ല. അക്കാര്യം ഞങ്ങൾ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. അങ്ങനെയുണ്ടോ രാഷ്ട്രീയത്തിൽ? അതൊക്കെ നമുക്ക് ആലോചിക്കാം കുറച്ചും കൂടെ. തൽക്കാലം അടഞ്ഞാൽ അടക്കുക. തൽക്കാലത്തേക്ക് അടഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ഒരു മാതിരി അടയുന്നില്ല അതേ പൂർണ്ണമായി. രാഷ്ട്രീയമാണ് ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെൻറ്റ്സ്. പുരോഗതിയെ, സംഭവങ്ങളുടെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കും. വോട്ട് ഇപ്പോഴേ എണ്ണി കഴിഞ്ഞോ? അപ്പോൾ ഞങ്ങളെത്ര പിടിക്കും? ഒരു 50% പിടിച്ചാൽ പോരെ? ദാറ്റ് വി വിൽ ഹൗ 50% വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിടിക്കും അൻവർ ഉണ്ടെങ്കിലും. ബാക്കി ഒരു പാർട്ടിക്ക് അതിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ഇതല്ല രാഷ്ട്രീയമാണ്. ദിസ് ഈസ് പോളിസി, നോട്ട് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ. ഇത് ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഇത് കേരളത്തിലെ LDF സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി പരിഗണിക്കുമല്ലോ. അത് എന്താ പറഞ്ഞേ? എന്നാൽ അതാണെന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം പോരാ. സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും, 4 വർഷം പിന്നിട്ട സർക്കാരിനെ വിലയിരുത്തലായിരിക്കും എന്ന് പറയാൻ ഇപ്പോഴും പിണറായി വിജയന് ധൈര്യം പോരാ. പക്ഷേ UDF പറയുന്നു ഇത് സർക്കാരിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പുതുപ്പള്ളിയിലും പാലക്കാട്ടും തൃക്കാക്കരയും ആവർത്തിച്ച ജനവിധി നിലമ്പൂരിൽ ആവർത്തിക്കും. അതിന് ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ സജ്ജമാണ്, വളരെ സജീവമാണ്, വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ശരി, താങ്ക് യു. അവർ നിർബന്ധിതരായി, പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു. സംസ്ഥാന കമ്മിറ്റിക്കും അഖിലേന്ത്യാ നേതൃത്വത്തിനും 2 കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായല്ലോ. വോട്ടിലൊരിക്കലും ജാതിയില്ലല്ലോ. വോട്ട് ജനങ്ങളുടെ വോട്ടല്ലേ, പൗരന്മാരുടെ വോട്ടാണ്. രാജീവ് ഗാന്ധിയാണ് 18 വയസ്സിൽ വോട്ട്. അതിൽ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. ആസ് ഫാർ ആസ് കോൺഗ്രസ് ഈസ് കൺസേൺ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, വോട്ടെല്ലാം പൗരന്മാരുടെ വോട്ടാണ്. ജനാധിപത്യത്തിൻ്റെ അവകാശമാണ്. റൈറ്റ് ടു എക്സസൈസ് ഫ്രാഞ്ചൈസ്, ജനാധിപത്യം ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതിനെ ജാതീയമായിട്ട് വേർതിരിക്കാൻ ഞാനില്ല. തൃപ്പൂണിത്തറക്കാർ തെളിയിച്ചതല്ലേ. LDFൻ്റെ 2ാം ഭരണത്തിലും സ്വരാജിനെ അവർ തള്ളിയതല്ലേ. പിന്നെ ഞാനെന്തിനു കമൻറ്റ് ചെയ്യണം? താങ്ക് യു.